ആദ്യം CPM നേതാവായ AK ബാലന്റെ പ്രസ്താവന, രണ്ടാമത് ഇപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എത്ര ആവൽക്കരവും അപകടകരവുമായ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്നതിനുള്ള പ്രസ്താവനയാണ്. ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞത് ശരിവയ്ക്കുകയാണ്. അതായത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ അതേ വഴിയിലൂടെ CPM യാത്ര ചെയ്യുകയാണ്. അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ രണ്ട് പ്രസ്താവനകൾ നടന്നിട്ടുള്ളത്. ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മന്ത്രിസഭയിൽ ഒരു അംഗം ഇതുപോലെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു അംഗം ഇതുപോലെ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല. ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത്! കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും. നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടും. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന്, അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. കാരണം ഇത് വളരെ വേദനിപ്പിക്കുന്ന, നമ്മളെയെല്ലാം വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഉത്തരവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്താണ് ഇവരും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം? ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്താൽ കേരളം എവിടെ എത്തിച്ചേരും എന്ന് തിരിച്ചറിയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്.